റെയിൽവേ ഭൂമിയിലെ കനാലിൽ മാലിന്യം നീക്കുന്നതിനിടെ അപകടത്തിൽ മരിച്ച ജോയിയുടെ കുടുംബത്തിന് ഉചിതമായ നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് സംസ്ഥാനത്തെ റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ റെയിൽവേ ഭൂമികളിലുള്ള മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഓടകൾ വൃത്തിയാക്കുന്നതിനും ഫലപ്രദമായ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം റെയിൽവേ ഭൂമിയിലെ കനാലിൽ കാണാതായ ജോയിയുടെ മൃതദേഹം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. വലിയ തോതിൽ മാലിന്യം അടിഞ്ഞുകൂടിയതിനാൽ രക്ഷാപ്രവർത്തകർക്ക് കനാലിലൂടെ മുന്നോട്ട് നീക്കാൻ കഴിഞ്ഞിരുന്നില്ല. മഴക്കാലത്തെ കെടുതികൾ ഒഴിവാക്കാൻ മാലിന്യം നീക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അധികൃതർ റെയിൽവേക്ക് നിരവധി തവണ കത്ത് നൽകിയതാണ്. എന്നാൽ മഴ തുടങ്ങിയ ശേഷം മാത്രമാണ് മാലിന്യം നീക്കാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചത്. ഈ സമയം കനാലിൽ മഴവെള്ളവും മറ്റും കെട്ടിക്കിടക്കുന്നതാണ് ജോയിയുടെ മരണത്തിലേക്ക് നയിച്ച അപകടത്തിന് കാരണം. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ആവശ്യമായ നടപടികൾ ഉണ്ടാക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കരാർ തൊഴിലാളി ജോയി മരിച്ച സംഭവത്തിൽ ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. സംസ്ഥാന ജലസേചന വകുപ്പിന് കീഴിലുള്ള ഈ കനാലിന്റെ മൊത്തം ദൈർഘ്യത്തിന്റെ 1% മാത്രം വരുന്ന റെയിൽവേ യാർഡിന് അടിയിലൂടെ കടന്നു പോകുന്ന ഭാഗം സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായാണ് വൃത്തിയാക്കുന്നതിന് റെയിൽവേ തയ്യാറായത്. ജലസേചന വകുപ്പിലെ പരിചയസമ്പന്നരായ കരാറുകാരെയാണ് പണിയേൽപ്പിച്ചത്. അപ്രതീക്ഷിതമായ കുത്തൊഴുക്കാണ് ദുരന്തത്തിന് വഴിവെച്ചത് എന്നും റെയിൽവേ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. കോർപ്പറേഷൻ പരിധിയിൽ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നതിനുള്ള കാരണമെന്ന് റെയിൽവേ കുറ്റപ്പെടുത്തി. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയുന്നതിനുള്ള കർശനമായ നടപടികൾ ഉണ്ടാകണം. കുറ്റക്കാരെ കണ്ടെത്തി പിഴ ചുമത്തണം. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തടയുന്നതിന് കോർപ്പറേഷൻ നടപടി കൈക്കൊള്ളണം. തോട് കടന്നു പോകുന്ന റെയിൽവേയുടെ ഭാഗത്ത് ഒഴുക്കിന് ഒരു തടസ്സവുമില്ല എന്നും അവർ വിശദമാക്കി. 12 കിലോമീറ്ററോളം വരുന്ന ആമയിഴഞ്ചാൻ തോട് കേരള സർക്കാരിന്റെ ജലസേചന വകുപ്പിന് കീഴിലുള്ളതാണ്. ഈ തോടിന്റെ 117 മീറ്റർ മാത്രമാണ് റെയിൽവേ യാർഡിന് താഴെ കൂടി കടന്നു പോകുന്നത്. സാമൂഹിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത ജലസേചന വകുപ്പിലെ പരിചയസമ്പന്നരായ കരാറുകാരനെയാണ് തോട് വൃത്തിയാക്കുന്നതിനുള്ള ചുമതല റെയിൽവേ ഏൽപ്പിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായ കുത്തൊഴുക്കിൽ ജോയിയെ വെള്ളത്തിൽപ്പെട്ട് കാണാതായി. തോടിന് ഏകദേശം 4 അടിയോളം താഴ്ച മാത്രമാണ് ഉണ്ടായിരുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ സാധ്യതകൾ ജോയി വിലയിരുത്തുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. സംഭവ സമയത്ത് ജോയിയുടെ കരാർ സൂപ്പർവൈസറും ഒപ്പമുണ്ടായിരുന്നു. ജോയിയുടെ മൃതദേഹം മാലിന്യങ്ങൾക്കൊപ്പം റെയിൽവേ വളപ്പിൽ നിന്ന് 750 മീറ്റർ മാറി തകരപ്പറമ്പ് ഭാഗത്താണ് കണ്ടെത്തിയത്. ഈ ഭാഗത്ത് വെള്ളക്കെട്ടിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. റെയിൽവേ യാർഡിന് കീഴിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നതാണ് ദുരന്തത്തിന്റെ അടിസ്ഥാന കാരണം. റെയിൽവേ യാർഡിന് അടിയിലൂടെ തോടിന്റെ വെറും 117 മീറ്റർ മാത്രമാണ് ഒഴുകുന്നത്. ഇവിടെ ചെളിയും മാലിന്യങ്ങളും കെട്ടിക്കിടക്കുന്നതിന് കാരണം നഗരസഭാ പരിധിയിലുള്ള തോടിന്റെ ഭാഗത്ത് വലിയ തോതിൽ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നതാണ്. റെയിൽവേയുടെ പ്രദേശത്തേക്ക് കടക്കുന്ന തോടിന്റെ ഭാഗത്ത് മാലിന്യം തടയുന്നതിനായി ഇരുമ്പ് വല റെയിൽവേ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് വലിയ തോതിൽ മാലിന്യം വന്നു കുമിയുന്നത് തടയുന്നുണ്ട്. റെയിൽവേയുടെ ഭാഗത്തുള്ള തോടിന്റെ തുറന്ന വശത്ത് 13 മീറ്റർ ഉയരമുള്ള ഇരുമ്പ് വേലിയും സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനും കഴിയില്ല. റെയിൽവേ ഭൂമിയിലെ ഭൂഗർഭ ചാലിലേക്ക് മാലിന്യവും ചെളിയും കടക്കുന്നത് തടയാൻ തീരുമാനവും പരിശ്രമവും ഉണ്ടാകണം. പരമാവധി കോർപ്പറേഷൻ മേഖലകളിൽ മാലിന്യം ശേഖരിക്കുന്നതിനും മാലിന്യം വലിച്ചെറിയുന്നത് തടയുന്നതിനുമുള്ള സംവിധാനങ്ങളും ഒരുക്കണം. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താനും അവർക്ക് പിഴ ചുമത്താനുമുള്ള സംവിധാനവും സജ്ജമാക്കണം. തോടിനോട് ചേർന്ന് കൃത്യമായി വേലി കെട്ടുന്നതും CCTV സംവിധാനം ഒരുക്കുന്നതും കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് സഹായകരമാകും. ഖരമാലിന്യങ്ങൾ ശേഖരിക്കാൻ നഗരത്തിൽ പ്രത്യേക സ്ഥലവും ഉണ്ടാകണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു.